അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ കേട്ടോ. ഈസ്റ്റർ ആയിക്കോട്ടെ, എല്ലാവരും അടിച്ചു പൊളിച്ചെന്ന് വിചാരിക്കുന്നു. എല്ലാവരുടെയും ഫുഡൊക്കെ കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു. സത്യക്രിസ്ത്യാനികളൊക്കെ പള്ളിയിൽ പോയെന്ന് വിചാരിക്കുന്നു. എന്നെ ഉണ്ട് എല്ലാവർക്കും വിശേഷമൊക്കെ സുഖമായിട്ടിരിക്കുന്നു. ഞാൻ നല്ല തിരക്കായിരുന്നു. ഈസ്റ്റർ അതിൻ്റെ തിരക്കുകൾ അല്ലാത്ത തിരക്കുകളെല്ലാം കൂടെ. ഈസ്റ്റർ ആകുമ്പം പിന്നെ നമുക്ക് വിശ്രമമില്ലല്ലോ. ഇന്നലെ രാത്രിയില്ലോ പള്ളിയിൽ പോയി. ശരിക്കും പറഞ്ഞാൽ ഇന്നലെയൊക്കെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ച കേട്ടോ, എവിടെ ചെയ്യാൻ. ഈസ്റ്ററിന് ഒരു ദിവസം മുമ്പേ നമ്മുടെ തിരക്കുകൾ തുടങ്ങിയാലേ, അങ്ങനെ തിരക്കായി പോയെന്നേ. അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ചെയ്യാഞ്ഞേ. പിന്നെ ഇന്നലെ വൈകുന്നേരം പള്ളിയിൽ പോയി ഈസ്റ്ററിൻ്റെ മാസമൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് സാധനങ്ങൾ എന്തൊക്കെയോ വാങ്ങിക്കാനുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം തിരക്കായിരുന്നു. അതുകൊണ്ടാണ് ഈസ്റ്ററിന് ഒരു മെസ്സേജും ചെയ്യാൻ. കുറേ മെസ്സേജൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ആരാണ്ടൊക്കെ മെസ്സേജ് വന്നിട്ടുണ്ട്. ഇതിനൊക്കെ റിപ്ലൈ ഡെഫിനറ്റ്ലി ഞാൻ ചെയ്യുന്നതായിരിക്കും. ഈസ്റ്ററിൻ്റെ തിരക്കൊക്കെ ഒന്ന് കഴിഞ്ഞോട്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഈസ്റ്റർ വിഷ് ചെയ്യുന്നു. ഞങ്ങൾക്ക് നല്ലൊരു ഈസ്റ്ററൊക്കെ തന്നെ ആയിരുന്നു. ഈസ്റ്ററിൻ്റെ ആഘോഷങ്ങളൊന്നും നമ്മുടെ തീർന്നിട്ടില്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ. വേറെ ഏതൊക്കെ ദിവസം നമ്മൾ ഫുഡ് പുറത്തുനിന്ന് വാങ്ങിച്ചാലും ഈസ്റ്ററിനും ക്രിസ്മസിനും ഒന്നും നമ്മൾ പുറത്തുനിന്ന് നല്ല ഫുഡ് വാങ്ങിക്കും, നമ്മൾ വീട്ടിൽ തന്നെ. അതുകൊണ്ട് തന്നെ എന്തുണ്ടായി, ഞാൻ നല്ല തിരക്കായി. പിന്നെ രാവിലെ തൊട്ട് വീട്ടിലും റിലേറ്റീവ്സിനെയും സഹോദരങ്ങളും ഒക്കെ ഫോൺ വിളികളും തിരക്കുകളുമായിരുന്നു. അങ്ങനെ തന്നെ കുറേ സമയം പോയി ഈ ഫോൺ വിളിച്ചൊക്കെ. നമുക്ക് ഫോൺ വിളികളൊക്കെ വരുമ്പോൾ, ഫോൺ കോൾസൊക്കെ വരുമ്പോൾ നമുക്ക് അറ്റൻഡ് ചെയ്യാതിരിക്കാനും പറ്റത്തില്ലല്ലോ. അങ്ങനെയൊക്കെ എന്താ പറയേണ്ടത്, മൊത്തത്തോടെ കുളമായിരുന്നു എന്ന് ഞാൻ പറയുന്നില്ല, മൊത്തത്തോടെ തിരക്കായിപ്പോയി. അതുകൊണ്ട് നിങ്ങളെ ഞാൻ ഒരിക്കലും മറന്നിട്ടില്ല, നിങ്ങളെ ഞാൻ മറക്കുകയില്ല. ഞാൻ തിരക്കാണെങ്കിലും തിരിച്ചു വരുമ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ തന്നെ ഉണ്ടാകും എന്നുള്ള ഉറപ്പ് എനിക്ക് ഉണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ അധികം പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. എനിക്ക് അടുക്കളയിൽ ഇഷ്ടംപോലെ പണിയുണ്ട്. എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതേ ഉള്ളൂ. ഇനി ലഞ്ചും ഡിന്നറും ഒക്കെ പ്രിപ്പയർ ചെയ്യണം. ഒരാവേശത്തിനെല്ലാം വാങ്ങിച്ച് കൂട്ടുകയും ചെയ്തെന്നേ. ഇനി എന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ ശരി, എന്നാൽ പോയേച്ചും വരാം.